നിലനിൽപ്പിനു വേണ്ടി CPM തീരുമാനം മാറ്റുകയാണ്. ഇന്ത്യ മുന്നണിയിൽ നിന്നും പുറത്തേക്ക് എന്ന നിർണായക തീരുമാനത്തിലേക്ക് CPM കടക്കുകയാണെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. ഇന്ത്യ സഖ്യത്തിൽ നിന്ന് അകലം പാലിക്കാൻ ഒരുങ്ങുന്നുവെന്നൊരു സൂചനയാണ് ഈ സമ്മേളന കാലത്ത് CPM നൽകിയിരിക്കുന്നത്. അതായത് കേരളത്തിലെ നേതാക്കൾക്കിത് പരസ്യമായി പറയാനുള്ള ബുദ്ധിമുട്ട് കാരണമായിരിക്കാം പുറത്തുള്ള നേതാക്കൾ അത് തുറന്നു പറഞ്ഞിരിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി മാത്രമായിരുന്നു ഇന്ത്യ സഖ്യമെന്ന് തമിഴ്നാട്ടിലെ CPM സംസ്ഥാന സെക്രട്ടറി P. ഷൺമുഖനാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇത് പാർട്ടിയുടെ ഒരു നയമായി മാറുകയാണ്. മധുര പാർട്ടി കോൺഗ്രസിലും ഈ നിലപാട് തന്നെയാണ് സ്വീകാര്യത ലഭിക്കാൻ പോകുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ പാർട്ടി കോൺഗ്രസിൽ പറഞ്ഞതെല്ലാം തിരുത്തി നരേന്ദ്രമോദിയുടെ BJP സർക്കാർ ഫാസിസ്റ്റ് സർക്കാർ അല്ല എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് CPM. CPI വരെ അതിനെ ശക്തമായി എതിർത്തതും നമ്മൾ കണ്ടു. അത് തന്നെയാണ് അവർ മാറിയിരിക്കുന്ന നയം. ആകെ ഭരണം ബാക്കിയുള്ള കേരളം കൂടി നഷ്ടപ്പെട്ടാൽ ഇനി രക്ഷയില്ലെന്നും അതിനാൽ BJPയെ ചൊടിപ്പിക്കാൻ കഴിയില്ല എന്നുമാണ് CPMന്റെ തീരുമാനം. അതിനനുസരിച്ചാണ് കേരളത്തിൻ്റെ നിർബന്ധത്തോടെ CPMന്റെ അഖിലേന്ത്യാ തലത്തിൽ തീരുമാനം മാറ്റുന്നത് എന്നാണ് അറിയുന്നത്. പ്രകാശ് കാരാട്ട് കൂടി വന്നതോടുകൂടി BJP ബന്ധത്തിന് അനുകൂലമാവുകയാണ് കാര്യങ്ങളെല്ലാം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യം അവസരത്തിനൊത്ത് ഉയർന്നുവെന്നും BJPക്ക് തിരിച്ചടി നൽകാൻ കാരണം പ്രതിപക്ഷ കൂട്ടായ്മയാണ് എന്നായിരുന്നു ജൂൺ അവസാനം ചേർന്ന CPMന്റെ കേന്ദ്ര കമ്മിറ്റിയുടെ ഒരു വിലയിരുത്തൽ വന്നത്. എന്നാൽ മധുരയിലെ പാർട്ടി കോൺഗ്രസിന് തൊട്ടു മുൻപ് ആതിഥേയ സംസ്ഥാനത്തെ പാർട്ടിയുടെ അമരക്കാരൻ പറയുന്നത് ഇന്ത്യ മുന്നണി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി മാത്രമുള്ള ഒരു ക്രമീകരണമായിരുന്നു എന്നാണ്. ദേശീയ തലത്തിൽ ഇടതു പാർട്ടികളുടെ ഐക്യവും കൂട്ടായ പ്രവർത്തനം വർദ്ധിപ്പിക്കേണ്ട ഒരു സാഹചര്യമെന്നാണ് CPMന്റെ വിലയിരുത്തൽ. ഇതിനൊപ്പം കൂടുതൽ പ്രാദേശിക പാർട്ടികളുമായി നേരിട്ട് സഹകരിക്കാൻ ശ്രമിക്കുകയും ചെയ്യും. അതായത് ഇന്ത്യ സഖ്യത്തിൻ്റെ രൂപീകരണ സമയത്ത് തന്നെ പിണറായി വിജയനും അതുപോലെ അരവിന്ദ് കെജ്രിവാളും ചന്ദ്രശേഖർ റാവുവും ഒക്കെ കൂടി നടത്തിയ ഒരു മൂന്നാം മുന്നണി രൂപീകരണത്തിൻ്റെ സെറ്റപ്പ് തന്നെ ഇനി വരണമെന്നാഗ്രഹിക്കുകയാണ് CPM. അതായത് കോൺഗ്രസ് ഉൾപ്പെടുന്ന സഖ്യത്തെ തോൽപ്പിക്കാൻ മൂന്നാമതൊരു സഖ്യം വരിക വഴി BJPക്ക് കഴിയും എന്നുള്ളത് കൊണ്ട് തന്നെ BJPയെ സന്തോഷിപ്പിച്ച് മുന്നോട്ട് പോകാൻ തന്നെയാണ് CPMന്റെ തീരുമാനം എന്നാണ് വ്യക്തമാകുന്നത്. കോൺഗ്രസ് സഖ്യം പശ്ചിമ ബംഗാളിൽ തുടരുമോ എന്നതും സംശയമായി നിലനിൽക്കുന്നു. ഭാരത് ജോഡോ യാത്രയുടെ സമാപന ചടങ്ങിൽ നിന്ന് CPM നേരത്തെ തന്നെ വിട്ടുനിന്നത് നമ്മൾ കണ്ടു. രാജ്യത്ത് പാർട്ടി ഭരിക്കുന്ന ഏക സംസ്ഥാനമായ കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത വർഷം നടക്കുന്ന ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് മധുരയിൽ രാഷ്ട്രീയ ലൈൻ പ്രഖ്യാപിക്കാനുള്ള സാധ്യത ഏറുന്നത്. അപ്പോഴും കേരളത്തിനൊപ്പം തെരഞ്ഞെടുപ്പ് നടക്കുന്ന തമിഴ്നാട്ടിൽ DMK കോൺഗ്രസ് സഖ്യത്തിനോടൊപ്പം തന്നെ CPMും ഗതികേടുകൊണ്ട് നിൽക്കും എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. ഏതായാലും CPMന്റെ രാഷ്ട്രീയ ചരിത്രം എന്ന് പറയുന്നത് എല്ലാത്തിനെയും ഒറ്റുകൊടുത്ത ഒരു ചരിത്രം മാത്രമാണ്. ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടുമ്പോൾ തന്നെ രാജ്യത്തെ ഒറ്റുകൊടുത്തവർ, സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം ചൈനയുമായി ഇന്ത്യ യുദ്ധം ചെയ്യുമ്പോൾ ഭരിക്കുന്ന കോൺഗ്രസിനെ ഒറ്റുകൊടുത്തവർ, അവസാനം മതേതരത്വം തകരാതിരിക്കാൻ എല്ലാവരും ഇന്ത്യ മുന്നണി എന്ന പേരിൽ ഒന്നിച്ചു നിന്നപ്പോൾ ആ ഇന്ത്യ മുന്നണിയെ അട്ടിമറിക്കാൻ പലവട്ടം ശ്രമിച്ചവർ, അധികാരം മാത്രം ലക്ഷ്യമിടുന്ന ഈ വർഗ ഫാസിസ്റ്റുകൾ ആയി തന്നെയാണ് ഇപ്പോഴും CPM ഉള്ളത്. അതിൻ്റെ സൂചനകളാണ് CPM തമിഴ്നാട് സെക്രട്ടറിയുടെ നാവിൽ നിന്നും പുറത്തു വന്നത്.